നമസ്കാരം. എല്ലാവർക്കും 777 ജാക്ക് ജോൺസിന്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങളുണ്ടല്ലേ. ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ടുള്ള നമ്മുടെ കേരളത്തിലുണ്ട് കുറച്ച് അത്ഭുതങ്ങൾ. ചിലപ്പോഴൊക്കെ ഈ അത്ഭുതങ്ങളെ നമുക്കൊരു മെജസ്റ്റിക് വ്യൂയോടുകൂടി തന്നെ വീക്ഷിക്കേണ്ടതായിട്ടും വരും. ഓരോ വണ്ടേഴ്സിൻ്റെയും വലിപ്പച്ചെറുപ്പം നമുക്ക് നിശ്ചയിക്കാൻ കഴിയുമോ? അത് ഓരോരുത്തരുടെയും മനോഭാവവും എക്സൈറ്റ്മെൻറ്റ് ലെവലും ഒക്കെ അനുസരിച്ചായിരിക്കും. അതിലൊന്നാണ് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ചുരുളി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ, നമ്മൾ വാഗമൺ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വാഗമണിലെ ആ ഒരു ഫേമസ് ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷൻ നമ്മൾ ഇറങ്ങി. മല ഇറങ്ങിയപ്പോൾ നമ്മുടെ എനർജി ലെവലും കുറച്ചൊന്ന് താന്നു. ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാം അടുത്ത മലയിലേക്കുള്ള യാത്ര. പോകുന്ന വഴിക്ക് മുഴുവൻ നീളെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഏലത്തോട്ടങ്ങൾ. ഇവിടുത്തെ കാറ്റിന് പോലുണ്ട് ആ ഏലക്കായുടെ മണം. ഒരുപാട് കെയർ വേണ്ട ഒരു കൃഷിയാണെന്നാണ് ഇതിനെക്കുറിച്ച് കേട്ടറിവ്. കേരളത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു പങ്ക് വഹിക്കുന്നത് ഈ ഏലകൃഷി തന്നെയാണ്. ദേ ഇവിടെ നോക്കി കുറേ ഏലക്കായ ഉണ്ട്, അതിൽ നിറയെ പൂക്കളും ഉണ്ട്. ഏലപ്പൂക്കളൊക്കെ പൂക്കണമെങ്കിലുള്ള ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് എന്ന് പറയുന്നത് 18 to 23 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ ഇടുക്കിയിലും പരിസര പ്രദേശമായിട്ടുള്ള കുമിളിയിലും ഒക്കെ തന്നെ കർഷകർ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു കൃഷി ഏലകൃഷിയാണ്. ഓരോ വിളവിൻ്റെയും ലെങ്ത് അനുസരിച്ചാണ് അതിൽ നിന്നുള്ള ഈൽഡ് തീരുമാനിക്കുന്നത്. പ്രൈസിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ അധികം ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ലാതെ കർഷകരെ കുറച്ചുകൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കൃഷിയാണ് സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നായിട്ടുള്ള ഏലകൃഷി. പോകുന്ന വഴിയിലെ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതാ എത്തിക്കഴിഞ്ഞു കാഞ്ചിയാർ പഞ്ചായത്തിലേക്ക്. ഇവിടെയാണ് വൺ ഓഫ് ദ വണ്ടേഴ്സ് ഓഫ് കേരള എന്ന് പറയപ്പെടുന്ന ആ മാജിക്കൽ ടണലുള്ളത്. അഞ്ചുരുളിക്ക് എങ്ങനെയാണ് ഈ പേര് വന്നതെന്നും ഇന്ത്യയിലെ തന്നെ ഒറ്റപ്പാറയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ തുരങ്കങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ തുരങ്കം എങ്ങനെയാണ് ഇവിടെ വന്നതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു ബോർഡ് ഇവിടെ കാണാം. ഇവിടെ നിന്ന് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ എത്തുന്നത് റിസർവോയറിൻ്റെ കാഴ്ചകളിലേക്കാണ്. ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള റിസർവോയറാണ് ഈ കാണുന്നത്. മനസ്സിൽ സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ആ എവർഗ്രീൻ ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള ഈ ഒരു ക്യാൻവാസ് നമുക്ക് നൽകുന്നത്. വേനൽക്കാലത്താണ് ഈ റിസർവോയറിൻ്റെ ഡെപ്ത് നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്നത്. മൺസൂൺ കാലമാകുമ്പോൾ എല്ലാ മലകളിൽ നിന്നുള്ള വെള്ളവും ഇവിടെ ശേഖരിക്കപ്പെടും. ഇരട്ടയാർ ഡാമിൽ നിന്നും ഈ കാണുന്ന ഇടുക്കി റിസർവോയറിലേക്കുള്ള
ടണലാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ദേ ഈ കാണുന്ന മലയാണ് കല്യാണത്തണ്ട് ഹിൽസ്. ഏകദേശം 2430 ഫീറ്റ് എബോവ് സീ ലെവലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണിത്. ഈ കാണുന്ന കല്യാണത്തണ്ട് മല തുറന്നാണ് കേട്ടോ 5.5 കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള ഈ സർക്കുലർ ടണൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അഞ്ചുരുളി എന്ന് പേര് വരാൻ തന്നെ കാരണം ഇവിടെ പണ്ടുണ്ടായിരുന്ന ആദിവാസികൾ ഇട്ടതാണ്. ഇവിടെ ഈ ജലാശയത്തിൽ 5 മലകൾ ഉരുളി കമിഴ്ത്തിയതുപോലെ ഇരിക്കുന്നതിനാലാണ് പണ്ട് ആദിവാസികൾ ഈ ഒരു സ്ഥലത്തിന് അഞ്ചുരുളി എന്ന് പേരിട്ടത്. ഇരട്ടയാർ ഡാമിൽ നിന്നുള്ള വെള്ളം ഈ തുരങ്കത്തിലൂടെ ഈ റിസർവോയറിലേക്ക് പതിക്കുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും കാണാൻ കഴിയും. ഈ റിസർവോയറിന്റെ ഒരു വശത്തായിട്ട് ചെറിയൊരു വഴിയുണ്ട്. അതിലൂടെ അല്പം മുകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എത്താൻ കഴിയുന്നത് ആ തുരങ്കമുഖത്തേക്കാണ്. ഏകദേശം 2000 അടി ഉയരമുണ്ട് ഈ മലയ്ക്ക്. ഇരട്ടയാറിൽ ഡാം നിർമ്മിച്ച് വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് ഈ തുരങ്കം വഴിയാണ് അഞ്ചുരുളിയിലെ ഇടുക്കി ജലാശയത്തിലേക്ക് എത്തിക്കുന്നത്. മഴക്കാലല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ടണലിൻ്റെ മുൻഭാഗത്തേക്ക് എത്താൻ കഴിയുന്നത്. അഞ്ചുരുളി ഡാമിൽ വെള്ളം പൂർണ്ണമായിട്ട് നിറയുമ്പോൾ ഈ ടണലിൻ്റെ മുഖത്ത് വരെ വെള്ളം കാണും. ഈ സമയത്ത് ഇവിടെ ഏകദേശം 1000 അടിക്ക് മുകളിൽ വെള്ളം ഉണ്ടായിരിക്കും കേട്ടോ. ഒത്തിരിയേറെ ആൾക്കാർ ഈ അത്ഭുതം കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇടുക്കിയൊക്കെ കാണാൻ വരുമ്പോൾ കാൽവരി മൗണ്ട്, അയ്യപ്പൻ കോവിൽ, ഹാങ്ങിങ് ബ്രിഡ്ജ്, തൂവൽ വാട്ടർഫോൾ ഇതൊക്കെ ഇവിടുത്തെ നിയറസ്റ്റ് പ്ലേസസ് ആണ്. അപ്പോൾ അഞ്ചുരുളി കാണാൻ മറക്കണ്ട. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ എത്ര കെയർഫുൾ ആയാലും ഈ ഭാഗത്തേക്ക് വരാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ടണലിലൂടെയുള്ള വെള്ളമൊക്കെ ഈ മലമുകളിൽ നിന്ന് വരുന്നതാണല്ലോ. എപ്പോഴാണ് കൂടുക കുറയുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു തുരങ്കത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ അഡ്വഞ്ചർ സ്പോട്ട് എന്ന് പറയാം. 1974 ഇതിൻ്റെ പണി ആരംഭിച്ചത്. ഒറ്റ പാറയിൽ കൊത്തിയെടുത്തിട്ടുള്ള ഒരു തുരങ്കമായതുകൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങൾ ഇതിനു വേണ്ടി അവിടുത്തെ ആൾക്കാർ മെനക്കെട്ടിട്ടുണ്ട്. ഏകദേശം 3.5 മൈല്, അതായത് 5.5 കിലോമീറ്റർ ദൂരമുണ്ട് ഇരട്ടയാറിൽ നിന്നും ഈ ഒരു ടണൽ ഈ റിസർവോയറിലേക്ക് എത്തുന്നത്. ഈ ടണൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏകദേശം 22 പേരാണ് ഓർമ്മയായി മാറിയത്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊരു ടണൽ പണിയണമെങ്കിൽ അത് കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ്. വെള്ളം വളരെ കുറവായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു ആ ടണലിൻ്റെ അടുത്തൊന്ന് എത്തണമെന്ന്. പക്ഷേ ഇച്ചിരി സ്ലിപ്പറിയൊക്കെയാണ്. വെള്ളം കുറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്നത് തന്നെ. പറഞ്ഞു നാവെടുത്തില്ല, ദേ പോയി ക്യാമറമാനും ക്യാമറയും വെള്ളത്തിൽ നനയേണ്ടെന്ന് കരുതി സൂക്ഷിച്ച് പോയെങ്കിലും എല്ലാവർക്കും ഒന്ന് നനയേണ്ടി വന്നു. വെള്ളം കുറവായതുകൊണ്ട് ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല. ക്യാമറയൊക്കെ തിരിച്ചു കിട്ടി. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തുരങ്കത്തിന് ഉള്ളിലൂടെ നടക്കുന്നത് കുറച്ച് അപകടം പിടിച്ച കാര്യമാണ്. ഈ തുരങ്കത്തിന്റെ ഉള്ളിലൊക്കെ കുറേ അധികം കുഴികളുണ്ട്. ദേ ആ കാണുന്ന ആ വൈറ്റ് സ്പോട്ടിലെ അതാണ് 5.5 കിലോമീറ്ററിന് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഇരട്ടയാറിലേക്കുള്ള എൻട്രൻസ്. എക്സൈറ്റ്മെന്റ് ഒക്കെ കൊള്ളാം, നല്ല അത്ഭുതം തന്നെയാണ്. പക്ഷേ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ മാക്സിമം ശ്രദ്ധിക്കുക. വാട്ടർ ലെവൽ ഉയർന്ന സാഹചര്യത്തിലൊന്നും ഈ ഒരു വശത്തേക്ക് പോകാനേ പാടില്ല. പ്രത്യേകിച്ച് കുറേ കുഴികളും കുറേ അധികം വിഷജന്തുക്കളും ഒക്കെ ഉണ്ട് ഈ ടണലിൽ. ഏകദേശം 24 അടി ഡയാമീറ്റർ ഉണ്ട് ഈ ഒരു തുരങ്കമുഖത്തിന്.
ഇടുക്കി ജില്ലയിലെ ഈ ആശ്ചര്യം ചലിപ്പിക്കുന്ന ഈ കാഴ്ച ഞങ്ങൾക്ക് എന്തായാലും കുറച്ച് ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ നൽകി. ഇടുക്കിയിലെ ഫേമസ് ടൂറിസ്റ്റ് പ്ലേസുകളായിട്ടുള്ള വാഗമണ്ണ്, മൂന്നാറും ഇടുക്കി അണക്കെട്ടും ഒക്കെ സന്ദർശിക്കാൻ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഈ അഞ്ചിരുളി ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് വളരെ വൈകിപ്പോയി ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനെന്ന്. അങ്ങനെ അഞ്ചിരുളിയിൽ വന്നപ്പോൾ നിങ്ങളിൽ പലർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് 777 @JackJones.